നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഒക്ടോബർ മാസം 15-ാം തീയതി PSC ഒരു തകർപ്പൻ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനുള്ള പരീക്ഷയാണ്. PSC നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ കുറേ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ കൂട്ടത്തിൽ തന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഒരേ രീതിയിൽ തന്നെ പഠിച്ചാൽ മതി. രണ്ടിനും ഡിഗ്രി തന്നെയാണ് ക്വാളിഫിക്കേഷൻ. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പില് ഈ രണ്ട് പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഒറ്റൊരു ബാച്ച് കോഴ്സ് തന്നെ നിങ്ങൾ എടുത്താൽ മതി. ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച്. മെയിൻസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 20-നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡ്മിഷൻ നടക്കുകയാണ്. ഡേറ്റിനോട് അടുപ്പിച്ച് ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ആൾക്കാരെ എടുക്കുമ്പോഴേക്കും ഞാൻ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. ഒക്ടോബർ 20-ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഒക്ടോബർ 15-നാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ PSC പുറപ്പെടുവിക്കുന്നത്. പിന്നെ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്, ഡിസ്ട്രിക്ട് വൈസ് അല്ല, സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാം ആണ്. ഓക്കെ, 4500-ലധികം വേക്കൻസീസ് പ്രതീക്ഷിക്കുന്ന പോസ്റ്റ് ആണ്. ഓക്കെ, ഒക്ടോബർ 20-നാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലാസ് ഡെയിലി ടൈം ടേബിൾ വെച്ചിട്ടായിരിക്കും. ചുമ്മാ കുറെ ക്ലാസ് ഇട്ട് തന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് പഠിച്ചോ, ആ ഒരു രീതിയല്ല. അന്നന്ന് പഠിക്കാനുള്ള കാര്യം, ഇപ്പോ മൺഡേ പഠിക്കാനുള്ളത് ഞാൻ സൺഡേ രാത്രി തന്നെ തരും. അപ്പൊ ആ മൺഡേ ആ ദിവസം തരുന്ന കാര്യങ്ങൾ ആ ദിവസം തന്നെ നിങ്ങൾ പഠിച്ചു തീർത്തിരിക്കണം. നിങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ നമ്മുടെ ആപ്പിൽ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവരെയൊക്കെ മറികടന്ന് നിങ്ങൾ ഫസ്റ്റിലെത്തണമെങ്കിൽ നിങ്ങൾ അത്രത്തോളം എഫേർട്ട് ഇട്ട് ആ ഒറ്റ ദിവസം കൊണ്ട് ആ തരുന്ന പോർഷൻസ്, ഒരുപാട് പോർഷൻസ് ഒന്നും ഞാൻ തരത്തില്ല, വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള പോർഷൻസ് ഒന്നും തരത്തില്ല. എല്ലാവരെയും കണക്കാക്കി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാര്, പിന്നെ വീട്ടമ്മമാര്, സ്റ്റുഡൻസ് എല്ലാവരെയും കണക്കാക്കിയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഞാൻ തരത്തുള്ളൂ. അത് നിങ്ങൾ സമയബന്ധിതമായിട്ട് ഇപ്പൊ തിങ്കളാഴ്ച തരുന്നതാണെങ്കിൽ തിങ്കളാഴ്ച തന്നെ നിങ്ങളത് പഠിച്ചു തീർക്കണം. അപ്പൊ ഞാൻ ചോദിക്കും, തിങ്കളാഴ്ച നിങ്ങളത് പഠിച്ചു കഴിഞ്ഞില്ലേ? അതിനുശേഷം ചൊവ്വാഴ്ചത്തെ പോർഷൻ തിങ്കളാഴ്ചയെ കൊടുക്കത്തുള്ളൂ. അപ്പൊ തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും നിങ്ങൾക്ക് പോർഷൻസ് പഠിക്കാനുണ്ടാവുക. ശനിയും ഞായറും അതിന്റെ റിവിഷൻ, ഞായറാഴ്ച രാത്രി 9 മണിക്ക് പരീക്ഷ ഏകദേശം ഒരു 75 മിനിറ്റ്സ് ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുന്നത്. അൺലിമിറ്റഡ് അറ്റംപ്റ്റ് ആണ്. പക്ഷെ 9 മണി തൊട്ട് 10:15 വരെ പരീക്ഷ കഴിഞ്ഞിട്ട് അപ്പൊ അറ്റംപ്റ്റ് ചെയ്യുന്നവരുടെ റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ 10:30-ക്കുള്ളിൽ തന്നെ ഞാൻ റാങ്ക് ലിസ്റ്റും ഇട്ട് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ അറിയാൻ പറ്റണം. നിങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ ഞാൻ എത്രാമതാണ്, അവരെ മറികടന്ന് പോകണമെങ്കിൽ, നിങ്ങളിപ്പം പകുതിയൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ലാസ്റ്റ് ഒക്കെ ഞാൻ ആയിപ്പോയി, അവരെ മറികടന്ന് പോകണമെങ്കിൽ ഞാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ് അവിടെ പ്രയോഗിക്കണം, ഏതൊക്കെ രീതിയിൽ ഞാൻ പഠനം കൊണ്ടുവരണം, അതൊക്കെ നിങ്ങൾ കണക്കാക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഇട്ട് തരുന്നത്. അപ്പൊ എല്ലാ ആഴ്ചയും റാങ്ക് ലിസ്റ്റോട് കൂടിയ വീക്ക്ലി എക്സാംസ് ആയിരിക്കും നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരിക്കുക. പിന്നെ ഫുൾ സിലബസ് കവറേജ് ആണ്, ഇൻക്ലൂഡിങ് കറണ്ട് അഫയേഴ്സ്. ഒരുപാട് പേര് ചോദിച്ചു, കറണ്ട് അഫയേഴ്സ് ഇല്ലേ? കറണ്ട് അഫയേഴ്സ് നിശ്ചയമാണ്. കറണ്ട് അഫയേഴ്സ് പഠിച്ചേ പറ്റത്തുള്ളൂ. നല്ലൊരു ശതമാനം മാർക്ക് കറണ്ട് അഫയേഴ്സിന് PSC നീക്കി വെച്ചേക്കുവാണ്. ഷോർട്ട് കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും ആപ്പിൽ ഉണ്ടായിരിക്കും. പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് ആണെങ്കിൽ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ടോപ്പിക് ആദ്യം പ്രിലിംസ് കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ മെയിൻസിലേക്ക് പോകുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്കും കൂടി, പ്രിലിംസിനും മെയിൻസിനും കൂടിയേ 3499 ഫീസ് വരുന്നുള്ളൂ. രണ്ട് പരീക്ഷയ്ക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കൂടി ഒറ്റൊരു ബാച്ച് നിങ്ങൾ എടുത്താൽ മതി. മെയിൻസ് എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും. ഇപ്പൊ തന്നെ കയറി ജോയിൻ ചെയ്തോ, നിങ്ങളുടെ സീറ്റ് ഇപ്പൊ തന്നെ ഉറപ്പിക്കും. ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകണം. എങ്ങനെയെങ്കിലും പരീക്ഷ അടുക്കാറാകുമ്പോൾ ഞാൻ കുറെയൊക്കെ നോക്കി, കുഴപ്പമില്ല നോക്കി, ആ ഒരു രീതി വേണ്ട. പഠിക്കാൻ തരുന്നത് വൃത്തിക്ക് പഠിച്ചു പോയാൽ മാത്രമേ നമ്മളൊരു കാര്യം ചെയ്യുന്നത് നമ്മൾ 100% കൊടുത്ത് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് ഏത് കാര്യമായാലും, അത് പഠനമായാലും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളായാലും, നിങ്ങൾ 100% ഏത് കാര്യത്തിനും നമുക്ക് ഉറക്കം ഒഴിഞ്ഞ് നമ്മൾ എഫേർട്ട് ഇടുന്ന കാര്യങ്ങളൊന്നും വെറുതെ ആവത്തില്ല. അതിന് ഞാൻ തന്നെ ഒരു ഉദാഹരണമാണ്. ഞാൻ എന്ത് കാര്യം എനിക്ക് 100% വേണം എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടോ അതെനിക്ക് കിട്ടിയിട്ടുമുണ്ട്. കാരണം നമ്മൾ അതിൽ 100% ഇൻവോൾവ് ആണ്. നമുക്ക് വേറെ ഒന്നും മൈൻഡിലേക്ക് വരത്തില്ല. ഊണിലോ ഉറക്കത്തിലോ എല്ലാം ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്ന് മാത്രമേ നമുക്ക് ചിന്ത വരത്തുള്ളൂ. ഞാൻ ഒരു ഗവൺമെന്റ് ജോലി വാങ്ങിയതും ആ ഒരു ദൃഢനിശ്ചയം എടുത്തിട്ട് തന്നെയാണ്. എന്റെ കയ്യിൽ എപ്പോഴും ബുക്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പം അടുക്കളയിൽ ജോലി ആയാലും, ഞാൻ എവിടെയെങ്കിലും പഠിക്കാൻ പോകുമ്പോഴായാലും, ജോലിക്ക് പോകുമ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ച ഒരാളാണ്. അപ്പോഴായാലും എൻ്റെ മൈൻഡ് ഫുള്ള്, ഞാൻ വർക്ക് ചെയ്യുമ്പോഴും കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോഴും അടിയിൽ ഞാൻ ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത്, അതായത് എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്നതിന് മുന്നേ ഞാൻ കോൺട്രാക്ട് സ്റ്റാഫായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴും അപ്പോഴും എൻ്റെ മൈൻഡ് ഇതൊന്നും അല്ല, ആ വർക്കിലല്ല. എനിക്ക് എൻ്റെ മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന ഗവൺമെന്റ് ജോലി എന്ന ഗോൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ഞാൻ അടി വെച്ചിട്ടുണ്ട്. ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം ഓരോരോ
ഓരോരോ തുണ്ട് പേപ്പർ എൻ്റെ കാണും, ഓരോ പോയിന്റ്സ് എഴുതി വെച്ച് അത് റിപ്പീറ്റ് ആയിട്ട് റിവിഷൻ അടിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ കഷ്ടപ്പെടേണ്ടത്. എന്നുവെച്ചാൽ നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്, വേറൊരാൾ ഫോഴ്സ് ചെയ്തിട്ടല്ല നമുക്ക് ആ ഒരു എയിം വരേണ്ടത്. നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു ഫയർ വേണം. അപ്പോൾ ഞാൻ തരുന്ന പോർഷൻസ് നിങ്ങൾ പഠിച്ചു തീർക്കും എന്നൊരു ഫയർ നിങ്ങളുടെ ഉള്ളിൽ വേണം. ആ ഫയറിന് ഒന്ന് എണ്ണ ഒഴിക്കാനാണ് ഞാൻ അവിടെ ഉള്ളത്, എന്റെ മെന്റർഷിപ്പ് അവിടെ ഉള്ളത്. അത് നമ്മുടെ ആപ്പിൽ ത്രൂ ഔട്ട് നിങ്ങൾക്ക് കിട്ടും. ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. നമ്മുടെ ആപ്പിൽ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ടിപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ കാണും. എക്സ്പീരിയൻസ്ഡും അതുപോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സും നിങ്ങൾക്ക് കാണും, ക്ലാസ് എടുത്ത് തരാനും ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരാനും. മിക്ക ടോപ്പിക്സും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു കോൺഫിഡന്റ് ആയിട്ട് എന്നുവെച്ചാൽ ഈ ഒരു കമ്പനി അസിസ്റ്റന്റ് എനിക്കുള്ളതാണ്, ആ ഒരു വേക്കൻസി എനിക്കുള്ളതാണ്, ഏറ്റവും സാലറി കൂടിയ ആ ഒരു ഫേമിൽ തന്നെ ഞാൻ എത്തും എന്നൊരു നിശ്ചയം എപ്പോഴും മനസ്സിൽ വെക്കുക. ഓക്കെ. പിന്നെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ പുതിയ SCRT, പഴയ SCRT ക്ലാസ്, NCERT ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ സെലക്ടഡ് ചാപ്റ്റേഴ്സ്, അതായത് ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും പൊളിറ്റിക്കൽ സയൻസ് ആയാലും എക്കണോമിക്സ് ആയാലും നിങ്ങൾക്ക് പഠിക്കേണ്ട സെലക്ടഡ് ചാപ്റ്റേഴ്സ്. ഈ സെലക്ടഡ് ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് അറിയോ? നിങ്ങളുടെ സിലബസ് വെച്ചിട്ട്, അതായത് ഡിഗ്രി പ്രിലിംസിന്റെ മെയിൻസിന്റെ സിലബസ് വെച്ചിട്ട് ഓരോ ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ്, അതാണ് സെലക്ടഡ് ചാപ്റ്റേഴ്സ്. അതെല്ലാം പഠിച്ചു പോകണം. കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എക്സ്പീരിയൻസ്ഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ്, ഞാൻ അടക്കം കൂടുതൽ ടോപ്പിക്സ് ഞാൻ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ പ്രോപ്പർ സ്റ്റഡി പ്ലാൻ, അതുപോലെ ക്വസ്റ്റ്യൻ വർക്കൗട്ടുകൾ ഉണ്ടായിരിക്കും, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഉണ്ടായിരിക്കും, ഡെയിലി സ്റ്റഡി പ്ലാൻ, വീക്ക്ലി എക്സാം കഴിഞ്ഞ ഉടനെ റാങ്ക് ലിസ്റ്റ് ആഫ്റ്റർ എക്സാം, ടോപ്പിക് വൈസ് എക്സാം ഉണ്ട്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഉണ്ട്, മോട്ടിവേഷൻ സെഷൻ ഉണ്ട്, ഹൈ ക്വാളിറ്റി ഡീപ്പ് ലെവൽ ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്, മെന്റർഷിപ്പ്, പിന്നെ കുറെ കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് പക്കയാക്കിയേ വിടത്തുള്ളൂ. നിങ്ങൾ 100% കൊടുക്കാൻ റെഡി ആയിട്ട് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് കയറി വരിക. ഇപ്പൊ ഞാൻ പറഞ്ഞത് പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് ആണ്. അടുത്തത് പ്രിലിംസ് ഒള്ളി ബാച്ച്. അതിന്റെ ഫീസ് വരുന്നത് 2499 മാത്രമേ ഉള്ളൂ. പ്രിലിംസ് എക്സാം കഴിയുന്നത് വരെ ഈ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രിലിംസ് ബാച്ചിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ റെഡി ആയിട്ട് വരൂ. ഫ്രീ ക്ലാസ്സസ് വേണ്ടവർക്ക് ഫ്രീ ക്ലാസ്സസ് കുറച്ചെണ്ണം ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു പഠിച്ച് ഒക്ടോബർ 15 നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുക. അപ്ലൈ ചെയ്തോളാം. ഇപ്പോഴേ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർ ഇപ്പോഴേ ജോയിൻ ചെയ്ത് സീറ്റ് ഉറപ്പിച്ചു നിൽക്കുക. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് സെക്ഷനിൽ ചോദിച്ചേക്കണേ. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ ലെവൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യവും എല്ലാവരെയും ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ നന്നായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്രയും എഫേർട്ട് ഇട്ടാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങളുടെ ഇന്ന് റിസൾട്ടുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ, PSC റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ടോപ്പ് റാങ്കിൽ നമ്മുടെ പിള്ളേര്, ഹർഷിതം എഡ്യൂടെക്കിലെ പിള്ളേരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതുപോലെ നമ്മുടെ വാക്കുകൾ കേട്ട് നമ്മളോടൊപ്പം നിന്ന കുട്ടികളാണിത്. LDC LGS റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും ഉന്നത റാങ്കിൽ തന്നെ എത്തി സന്തോഷം പങ്കുവെച്ച കുട്ടികളാണിത്. അപ്പോൾ ഇനിയും ഒരുപാട് പേരുണ്ട്. ഞാൻ കുറച്ച് പേരെ ഈ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് പേരുണ്ട്. പിന്നെ ഫോട്ടോ ഒന്നും കൊടുക്കണ്ട, മിസ്സിനോട് സന്തോഷം പറഞ്ഞു, ആ ഒരു രീതിയിലുള്ള കുറെ ആൾക്കാരുണ്ട്, ഫെയിം ആഗ്രഹിക്കാത്ത ആൾക്കാർ. അപ്പൊ അവർക്ക് ലൈഫ് സെറ്റിൽ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തോടെ വരുന്ന ആൾക്കാരാണ്. അപ്പൊ നെവർ എൻഡിങ് റിസൾട്ട് ആണ് ഹർഷിതം എഡ്യൂടെക് ഓരോ പരീക്ഷ കഴിയുമ്പോഴും മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊക്കെ അഡ്വൈസ് വന്നു തുടങ്ങി. അതുപോലെ അപ്പോയിന്റ്മെന്റ് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് വിവിധ പരീക്ഷ സെക്രട്ടേറിയറ്റ് OA ഒക്കെ അഡ്വൈസ് വന്നിട്ട് അപ്പോയിന്റ്മെന്റ് കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ക്ലിയർ അല്ലേ? ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഇതിൽ ഒരാള് നിങ്ങളുടെ ഫോട്ടോ വരണം, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഫോട്ടോ വരണം. അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക, കൂടെ കൂടിക്കോളാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.